രാഷ്ട്രപതി പങ്കെടുക്കുന്ന കൊച്ചി സെന്റ് തെരേസാസ് കോളേജിലെ പരിപാടിയിൽ നിന്ന് മേയറെ ഒഴിവാക്കി. അവസാന നിമിഷമാണ് മേയറെ ഒഴിവാക്കിയത്. ഉമേഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഉമേഷ്, ഇത്തരത്തിൽ രാഷ്ട്രപതി പങ്കെടുക്കുന്ന പരിപാടിയിൽ നിന്ന് അവസാന നിമിഷമാണ് മേയറെ ഒഴിവാക്കിയത്. നേരത്തെയും പ്രധാനമന്ത്രി പങ്കെടുത്ത പരിപാടിയിലും തന്നെ ഒഴിവാക്കിയിരുന്നതായിട്ടാണ് മേയർ നൽകുന്ന വിവരം. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന വിശദീകരണം? ആര്യ, 12 മണിക്ക് അല്പം മുമ്പാണ് ഈ സെന്റ് തെരേസാസ് കോളേജിൽ രാഷ്ട്രപതി പങ്കെടുത്ത ചടങ്ങ് നടന്നത്. ആ പരിപാടിയിൽ പ്രധാനപ്പെട്ട വ്യക്തികൾ എല്ലാവരും ഉണ്ടായിരുന്നു. ഗവർണർ, സംസ്ഥാന മന്ത്രിമാർ, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കം ജനപ്രതിനിധികൾ എല്ലാവരും ഉണ്ടായിരുന്നു. ഒപ്പം MLA TJ വിനോദ് ഉണ്ടായിരുന്നു. പക്ഷെ ഇതിൽ മേയറെ ഒഴിവാക്കി എന്നുള്ളതാണ് ആക്ഷേപം. സാധാരണ നമുക്കറിയാം, ഇത്തരത്തിൽ പ്രധാനപ്പെട്ട VIP കൾ വരുന്ന പരിപാടി, അതായത് പ്രധാനമന്ത്രി ആണെങ്കിലും പ്രസിഡന്റ് ആണെങ്കിലും ഈ നഗരവുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയിൽ പങ്കെടുത്താൽ നഗരപിതാവിനെ ക്ഷണിക്കുക, അത് നിർബന്ധമാണ്. ഒഴിവാക്കാൻ പാടില്ലാത്ത ഒരു സാന്നിധ്യമാണ് മേയറുടേത്. അങ്ങനെ സാധാരണ രീതിയിൽ മേയറെ ക്ഷണിക്കാറുമുണ്ട്. ഈ VIP കൾ വരുന്ന സമയത്ത് അവരെ സ്വീകരിക്കാനടക്കം മേയറുടെ സാന്നിധ്യം ഉണ്ടാകാറുണ്ട്. പക്ഷേ ഈ പരിപാടിയിൽ മേയറെ ഒഴിവാക്കിയിരിക്കുകയാണ്. ഇത് യഥാർത്ഥത്തിൽ സെന്റ് തെരേസാസ് കോളേജ് ഈ പരിപാടിക്ക് മേയറെ ക്ഷണിച്ചിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ആദ്യം പബ്ലിഷ് ചെയ്ത ആ നോട്ടീസിലൊക്കെ മേയറുടെ പേരുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് രാജ്ഭവനിൽ നിന്നും അയച്ച ലിസ്റ്റിലാണ് ഈ മേയറുടെ പേര് ഒഴിവാക്കിയിരിക്കുന്നത്. അത് അവസാന നിമിഷം സംഭവിച്ചതാണ് എന്നാണ് മേയർ ചൂണ്ടിക്കാണിക്കുന്നത്. അതിൽ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ട് എന്ന് സംശയിക്കുന്നതായി മേയർ പറയുന്നു. കാരണം ഇതിനു മുൻപ് പ്രധാനമന്ത്രി കൊച്ചിൻ ഷിപ്പ്യാർഡിൽ ഒരു പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. ആ ഘട്ടത്തിലും മേയറെ ഒഴിവാക്കിക്കൊണ്ടാണ് ആ പരിപാടി നടത്തിയത്. അപ്പോൾ അത്തരത്തിലൊരു ഇടപെടൽ ഉണ്ടായതായി സംശയിക്കുന്നു എന്നാണ് മേയർ പറയുന്നത്. ഏതായാലും കൊച്ചി നഗരത്തെ സംബന്ധിച്ച് ഇത് 2ാം തവണയാണ് മേയറെ ഒഴിവാക്കിക്കൊണ്ട് ഒരു പരിപാടി നടക്കുന്നത്.